കോൺഗ്രസിന്റെ തീരുമാനമാണ് വലുത്. അത് ഏത് കൊമ്പത്തെ വമ്പൻ വന്നു പറഞ്ഞാൽ പോലും എടുത്ത തീരുമാനങ്ങൾ മാറ്റാൻ പോകുന്നില്ല. അതെ, ഭൂപീന്ദർ ഹൂഡയുടെ മകനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കോൺഗ്രസിൽ ഒരു തീരുമാനമെടുത്താൽ അത് മാറാൻ വലിയ പ്രയാസം തന്നെയാണ്. ഹരിയാനയിലെ നേതാക്കൾ ഇപ്പോൾ പറയുന്ന കാര്യമാണിത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഘട്ടത്തിൽ മത്സരിക്കാൻ മോഹവുമായി നിരവധി പേരാണ് രംഗത്ത്. അതിൽ പ്രധാനിയാണ് ഭൂപീന്ദർ ഹൂഡയുടെ മകൻ ദീപേന്ദർ ഹൂഡ. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായിട്ടും ദീപേന്ദറിന് മത്സരിക്കാനുള്ള അനുമതി പാർട്ടി നൽകിയിട്ടില്ല. നിലവിൽ റോത്തക്കിൽ നിന്നുള്ള MP ആണ് അദ്ദേഹം. സിറ്റിംഗ് MPമാരെ മത്സരിപ്പിക്കേണ്ട എന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ്. അതുകൊണ്ട് ദീപേന്ദറിന് ടിക്കറ്റ് ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ്. ദീപേന്ദറിനെ കോൺഗ്രസിന്റെ ഹരിയാനയിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളിൽ ഒരാളായിട്ടാണ് പലരും കാണുന്നത്. ഹരിയാന കോൺഗ്രസിലെ പ്രമുഖനാണ് അദ്ദേഹം. കോൺഗ്രസിന്റെ അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും ദീപേന്ദർ സിംഗ് ഹൂഡയുടെ പേരില്ല. ഇതോടെ അദ്ദേഹം മത്സരിക്കില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് ശേഷം ട്വിസ്റ്റ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. കോൺഗ്രസ് ഹരിയാനയിൽ സഖ്യമായി മത്സരിക്കാനായിട്ടായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ AAPയുമായും സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യം സീറ്റ് വിഭജനത്തിന്റെ പേരിൽ കോൺഗ്രസ് ഉപേക്ഷിക്കുകയായിരുന്നു. AAP 10 സീറ്റ് ചോദിച്ചെങ്കിലും നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ല. നിലവിൽ CPM മാത്രമായിട്ടാണ് കോൺഗ്രസിന് ഹരിയാനയിൽ സഖ്യമുള്ളത്. ഭിവാനി സീറ്റിലാണ് CPM മത്സരിക്കുക. അതേസമയം ദീപേന്ദർ ഹൂഡ മത്സരിക്കുന്നില്ലെങ്കിൽ ആരായിരിക്കും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ കടുത്ത ആശയക്കുഴപ്പം വന്നിരിക്കുകയാണ്. ഭൂപീന്ദർ ഹൂഡ തന്നെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവേണ്ടി വരും. നിലവിൽ കോൺഗ്രസിന്റെ പ്രചരണങ്ങളെ നയിക്കുന്നതെല്ലാം ദീപേന്ദറാണ്. എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ദീപേന്ദർ തുടരും. ഒരു MPയെയും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കില്ലെന്ന് ഹരിയാനയുടെ ചുമതലയുള്ള നേതാവ് ദീപക് ബാബരിയ പറഞ്ഞിരുന്നു. MLAമാർ തിരഞ്ഞെടുപ്പിന് ശേഷം MPമാരെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അവരെ മുഖ്യമന്ത്രിയാക്കുമെന്നും ബാബരിയ സൂചിപ്പിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിക്കുകയും MLAമാർ ദീപേന്ദറിനെ പിന്തുണയ്ക്കുകയും ചെയ്താൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവാനുള്ള വഴി ഇതോടെ തുറന്നിരിക്കുകയാണ്. ഭൂപീന്ദർ ഹൂഡ ഡൽഹി, സംബല, കിലോയിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഇത് ഹൂഡയുടെ കോട്ടയാണ്. ഹോഡലിൽ നിന്ന് സംസ്ഥാന അധ്യക്ഷൻ ഉദയ് ഭാൻ മത്സരിക്കുന്നുണ്ട്. വിനേഷ് ഫോഗട്ട് ജുലാനയിൽ നിന്നും മത്സരിക്കുന്നുണ്ട്. നിരവധി സ്ഥാനാർത്ഥികൾ പ്രമുഖ രാഷ്ട്രീയ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. പല നേതാക്കളുടെയും മക്കൾക്കും ബന്ധുക്കൾക്കും ടിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. രൺദീപ് സുർജേവാലയുടെ മകൻ ആദിത്യ സുർജേവാലയ്ക്കും ടിക്കറ്റ് ലഭിച്ചിരിക്കുകയാണ്. അതേസമയം ആം ആദ്മിയുമായി സഖ്യമുണ്ടാക്കണമെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിൽ പുകഞ്ഞിരിക്കുകയായിരുന്നു ഹരിയാന കോൺഗ്രസ്. ഭൂപീന്ദർ സിംഗ് ഹൂഡ തന്നെയാണ് സഖ്യത്തിനെതിരെ രംഗത്ത് വന്നത്. നേതൃനീക്കത്തിൽ പ്രതിഷേധിച്ച് നടന്ന പാർട്ടി യോഗത്തിൽ നിന്നും ഹൂഡ ഇറങ്ങിപ്പോയത് ശ്രദ്ധേയമായിരുന്നു. സംസ്ഥാനത്ത് വലിയ വിജയപ്രതീക്ഷയിലാണ് ഇത്തവണ കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് തടസ്സമുണ്ടാക്കുന്ന നേതാക്കളെ ഒരു കാരണവശാലും സീറ്റ് നൽകി സന്തോഷിപ്പിക്കാൻ കോൺഗ്രസ് മുന്നോട്ട് വരില്ല.